ഒരു ചെരുപ്പിൽ നിന്നും എങ്ങനെ പ്രതിയിലേക്ക് എത്താമെന്ന് അന്വേഷണ മികവിലൂടെ കാണിച്ചു തന്നിരിക്കുകയാണ് കോഴിക്കോട് കസബ പോലീസ്. കോഴിക്കോട് നഗരത്തിൽ ട്യൂഷൻ കഴിഞ്ഞു വരികയായിരുന്ന 15-കാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ സംഭവത്തിൽ പോലീസിന് നിർണായക തെളിവായത് കളഞ്ഞുപോയ ചെരുപ്പും CCTV ദൃശ്യങ്ങളുമാണ്. പ്രതികളിൽ ഒരാളായ ഫൈസാൻ അൻവറിന്റെ കട്ടപിടിച്ച സിമന്റുള്ള ചെരുപ്പാണ് സംഭവ സ്ഥലത്ത് കളഞ്ഞുപോയത്. ഇതോടെ ലൈംഗികാതിക്രമത്തിന് കേസെടുത്ത പോലീസ് ഇതര സംസ്ഥാന തൊഴിലാളികളിലേക്ക് അന്വേഷണം കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇക്കഴിഞ്ഞ 28-ന് രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയായിരുന്ന 15-കാരിയെ വഴിയരികിൽ വെച്ച് പ്രതികളും ബീഹാർ കിഷൻഗഞ്ച് സ്വദേശികളുമായ ഫൈസാൻ അൻവർ, ഹിമാൻ അലി എന്നിവർ പിന്തുടർന്ന് ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു. ലൈംഗിക അതിക്രമത്തെ ചെറുത്ത പെൺകുട്ടി നിലവിളിച്ച് ഓടിയതോടെ ഭയചകിതരായ പ്രതികൾ സ്ഥലം വിട്ടു. എന്നാൽ ഓട്ടത്തിനിടയിൽ ഫൈസാൻ അൻവറിന്റെ ഒരു ചെരുപ്പ് സംഭവസ്ഥലത്ത് നഷ്ടപ്പെട്ടു. പിന്നീട് കസബ പോലീസ് ഇൻസ്പെക്ടർ കിരൺ സി നായരുടെ നേതൃത്വത്തിൽ പ്രദേശത്ത് നിന്നും സിമന്റ് പുരണ്ട ഈ ചെരുപ്പ് ലഭിച്ചു. ചെരുപ്പിന്റെയും കുറ്റകൃത്യത്തിന്റെയും സാഹചര്യം കണക്കിലെടുത്ത് ഇതര സംസ്ഥാന തൊഴിലാളിയാകാം പ്രതി എന്ന നിഗമനത്തിൽ പോലീസ് എത്തി. തുടർന്നാണ് ചാലപ്പുറം ഭജനകോവിൽ റോഡിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തിയത്. അതിനിടെ ഫൈസാൻ അൻവറിന്റെ ഒരു ചെരുപ്പ് കാണാനില്ലെന്ന വിവരം പോലീസിന് ലഭിച്ചു. അത് വലിയ തെളിവായി. ചെരുപ്പ് എവിടെയോ കളഞ്ഞു പോയതാണെന്ന് ആദ്യം ഫൈസാൻ പറഞ്ഞെങ്കിലും വിശദമായ ചോദ്യം ചെയ്യലിൽ കുറ്റം സമ്മതിച്ചു. കൂട്ടുപ്രതിയായ ഹിമാൻ അലിയെക്കുറിച്ചും ഫൈസാനിൽ നിന്നും വിവരം ലഭിച്ചു. ഈ കേസിലേക്ക് വഴിത്തിരിവായതെന്ന് വെച്ചാൽ ഒരു ചെരുപ്പാണ്. അതിലെ ഒന്നാം പ്രതിയുടെ ചെരുപ്പാണ് ഇതിലേക്ക് വഴിത്തിരിവായിരിക്കുന്നത്. ഈ ചെരുപ്പ് സീനിൽ നിന്ന് നമുക്ക് കിട്ടിയ ചെരുപ്പാണ്. നമ്മൾ ഡോഗ് സ്ക്വാഡിനെയൊക്കെ ഉപയോഗിച്ചത് പരിശോധിച്ചെങ്കിലും നമുക്കൊരു തുമ്പിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതിനകത്ത് നമ്മുടെ സ്ക്വാഡുകാർ കണ്ടെത്തിയത് അതിനകത്ത് ആ സിമെൻറ്റിൻ്റെ അംശം അത് വളരെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു എവിഡൻസായി മാറുകയായിരുന്നു. അപ്പോൾ ആ സിമെൻറ്റിൻ്റെ അംശം കണ്ടെത്തിയപ്പോൾ തന്നെ ഇത് ഏതെങ്കിലും കെട്ടിട തൊഴിലാളികൾ ആരെങ്കിലും ആവാമെന്ന് നമ്മൾ ഊഹിക്കുകയും തൊട്ടടുത്തുള്ള പരിസര പ്രദേശങ്ങളിൽ ഇങ്ങനെയുള്ള തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ പരിശോധിച്ചതിൽ നമുക്ക് നമ്മുടെ CCTV വിഷ്വൽസ് ഏകദേശം നമ്മളൊരു 60-ഓളം CCTV വിഷ്വൽസ് 60-70-ഓളം CCTV വിഷ്വൽസ് പരിശോധിച്ചിരുന്നു. അതിൽ നിന്ന് കിട്ടിയ ചെറിയ ചെറിയ ക്ലൂസ് വെച്ചിട്ട് ഇവരെ കണ്ടെത്തുകയും ഇവരെ ചോദ്യം ചെയ്തതിൽ ഇവർ കൺഫസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. 2 പ്രതികളെയും അറസ്റ്റ് ചെയ്ത കസബ പോലീസ് ഇതര സംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ കൃത്യമായി ശേഖരിച്ചു വരികയാണ്. നേരത്തെ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പ്രത്യേക പട്ടികയും തയ്യാറാക്കും. കോഴിക്കോട് നഗരത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ പെട്രോളിംഗ് ശക്തമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.